എൻ്റെ പേര് ഹരിദാസൻ. എൻ്റെ വീട് ഇരുമ്പാലശ്ശേരിയാണ്. ഇരുമ്പാലശ്ശേരി തുറക്കൽപ്പടി എന്ന് പറയും ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്താണ്, ഒരു 200 മീറ്റർ ഉണ്ട്. അതിൻ്റെ വീടിൻ്റെ തൊട്ട തന്നെയാണ് എൻ്റെ വർക്ക് ചെയ്യണ KSN ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം. ഞാനത് തുടങ്ങിയിട്ട് ഏകദേശം 29 വർഷമായി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇന്നും പോണത്. ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് രണ്ട് ചെറിയ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയി. അതിന് ശേഷമാണ് ഞാൻ ഈ വെൽഡിങ് വർക്കായിട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം 9 വർഷത്തോളം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഈ വർക്കിന് പോയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഗൾഫ് പോയി. ഏകദേശം ഒരു 4.5 വർഷത്തോളം ഗൾഫിൽ നിന്നു. അത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു കമ്പനിയായിരുന്നു. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഒക്കെ മാറി. മാരേജൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് ഞാനിവിടെ ചെറിയൊരു ഒറ്റ റൂമിൽ ഒരു കട തുടങ്ങിയതാണ് ആദ്യം. അങ്ങനെ ആ കട ആദ്യം ഗേറ്റ്, ഗ്രില്ല്, ഷട്ടർ, ഷീറ്റ് മേച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നെ അതൊരു 20-21 വർഷത്തോളം അത് മാത്രമായിട്ട് ഓടി. അതിനുശേഷം കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കട്ട്ലൈമ്പിലേക്ക് തിരിഞ്ഞത്. കട്ട്ള എന്ന് പറഞ്ഞാൽ അന്ന് കൊറോണ വന്നപ്പോൾ പണി മൊത്തത്തിൽ ഡിമ്മായപ്പോൾ പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട്ള, അതായത് ടാറ്റ ഷീറ്റിലുണ്ടാക്കുന്ന കട്ട്ള, അതിലേക്ക് വന്നു. അങ്ങനെ അത് കുറച്ച് കാലം ഓടി. 1 വർഷത്തോളം അത് മാത്രമാക്കി ഓടി. അതിൻ്റെ ഒപ്പം ഗേറ്റും ഗ്രില്ലും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു, അത് ഓടി. അതിന് ശേഷമാണ് പിന്നീട് ഞാൻ സിമൻറ്റിൻ്റെ കട്ട്ള, റിങ്, പോസ്റ്റ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഓരോന്ന് തുടങ്ങുമ്പോഴും നമ്മൾക്ക് ഒരു ഒരു ഉത്തേജനം വരണം. എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും എല്ലാത്തിനും കൂടി ചെറിയ ചെറിയ വരുമാനം വരുമ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കണത് കന്യാകുറിശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ സിമൻറ്റും ഇതുപോലെ തന്നെ ഈ ടാറ്റയുടെ ഒരു തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വരുമാനം വരുള്ളൂ. നമ്മൾ പിന്നാക്കം നിന്ന് കഴിഞ്ഞാൽ, കാരണം എല്ലാതൊന്നും ഒരേപോലെ ലാഭം കിട്ടണമെന്നില്ല. ചിലതിന് ലാഭം കുറയും, ചിലതിന് ലാഭം കൂടും. അപ്പോൾ 2-3 സംരംഭങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിന്ന് നഷ്ടം വരികയാണെങ്കിൽ മറ്റേന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നഷ്ടം വരുന്നത് കൂടുതൽ കാലം ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് അടച്ച് പിന്നെ വേറെ ഫീൽഡിലേക്ക് തിരിയാം. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവത്തിന് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ടാറ്റയുടെ ഷീറ്റ് മാത്രമാണ് ഇപ്പോൾ ഈ 4-5 വർഷമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ഷീറ്റ് മാത്രമാണ്. അത് കമ്പനി പറയണത് 120 GSM ഒരു കോട്ടിംഗ് ഉണ്ട് നമ്മുടെ ടാറ്റയുടെ ഷീറ്റിന്. ആ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 30 വർഷത്തോളം കമ്പനി പറയുന്നുണ്ട് ഒന്നും ആവില്ല എന്നുള്ളത്. ആ ഒരു ഗ്യാരണ്ടി നമ്മൾ പാർട്ടിക്കാർക്കും കൊടുക്കും. അത് ഇതുവരെ ഇപ്പോൾ നമ്മൾ കൊടുത്ത 4-5 വർഷമായെങ്കിലും ഇതുവരെ കൊടുത്ത ആരെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ടാറ്റയുടെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പല കമ്പനികളുണ്ടെങ്കിലും ടാറ്റയുടെ മാത്രമാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ വർക്ക് എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു നല്ല പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. നമ്മൾ സൈറ്റ് വർക്കിനും പോകാറുണ്ട്, കടയിലും വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ സിമൻറ്റിൻ്റെ വർക്ക് ചെയ്യണത് നമ്മുടെ ഹിന്ദിക്കാരാണ്, ബീഹാറികളാണ്. അവരൊരു ഏട്ടനുകഴിഞ്ഞാണ്. ഞാനങ്ങനെ തേടി പിടിച്ച് കിട്ടിയത് തന്നെയാണ്. എനിക്ക് 2 ഏട്ടനുകഴിഞ്ഞാണ്. നല്ല അച്ചടക്കവും അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് കംപ്ലീറ്റ് കരാറ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ വരുമ്പോൾ മാത്രമാണ് നമ്മളാണ് ചെല്ലുക, കസ്റ്റമറോട് സംസാരിക്കുക, അവർക്ക് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക. ഈ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കട്ട്ള ജനൽ, വീടിനാവശ്യമുള്ള കട്ട്ള ജനൽ, അതിനോടനുബന്ധിച്ച് പിന്നെ റിങ്ങുകൾ, അതായത് നമ്മൾ ബാത്റൂമിൻ്റെ കുഴി അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം പോണ കുഴിക്കുള്ള റിങ്ങുകൾ സിമെൻറ്റിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഈ സിമെൻറ്റിൻ്റെ റിങ്, അതേമാതിരി പോസ്റ്റ്, അതൊക്കെ നമ്മൾ പാറപ്പൊടി എല്ലാം ഉണ്ടാക്കുന്നത്. ഈ നമ്മൾ വീടിനാവശ്യമായ ജനൽ കട്ട്ളൊക്കെ നമ്മൾ പട്ടാമ്പി മണൽ, നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചളി തീരല്ലാത്തൊരു മണലാണ് പട്ടാമ്പി മണൽ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി കണ്ടാൽ തന്നെ, ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. കാരണം പട്ടാമ്പി മണലിൽ ഉണ്ടാക്കി നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഏകദേശം മരത്തിൻ്റെ ഫിനിഷിംഗ് ആയിരിക്കും പട്ടാമ്പി മണൽ.
നമ്മൾ തൂതപ്പുഴ അല്ലെങ്കിൽ മാവണ്ടിപ്പുഴയത്തെ മണലൊക്കെ ആണെങ്കിൽ അതിൽ ചളി ഉണ്ടാവും. നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് മണൽ രണ്ടും ഇട്ട് കഴിഞ്ഞാൽ, പട്ടാമ്പി മണൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. നേരെ മാവണ്ടി മണൽ ഇട്ട് കഴിഞ്ഞാൽ ചളിയുടെ ഒരു കളർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നതും പട്ടാമ്പി മണലിലുണ്ടാക്കുന്നതാണ്. നല്ല ഉറപ്പുണ്ട്, അതേപോലെ തന്നെ ഫിനിഷിങ്ങും നന്നായിട്ടുണ്ട്. കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വർക്കിനും അതിൻ്റേതായ കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത് വെച്ചാൽ പൈസ കമ്മിയാക്കുകൊണ്ട് മാത്രം ഞാൻ പിന്നെ ഇതിൽ പിടിച്ചു നിൽക്കാമെന്ന് ഇരിക്കുക. സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ എപ്പോഴും അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം ഒരു സംഭവത്തിന് ഇപ്പോൾ ഒരു 200, 300 അല്ലെങ്കിൽ 100, ഇപ്പോൾ ഒരു 3 കള്ളി ജനലിനിപ്പോൾ ഒരു 200 രൂപ കൂടിയാലും അതിൻ്റെ ക്വാളിറ്റി, അതായത് ഇപ്പോൾ പട്ടാമ്പി മണൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാക്കണം എന്നുള്ളത്. അത്രയും ക്വാളിറ്റി, അത്രയും ഫിനിഷിംഗ് ആവും. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ അത്രയും ഫിനിഷിങ്ങിൽ അത് വരും. അപ്പോൾ അതിൽ ആളുകൾ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് പിന്നെ ഒറ്റപ്പാലം, പട്ടാമ്പി, പിന്നെ പെരുന്തൽമണ്ണ ആ ഭാഗങ്ങളിൽ നിന്നടക്കം അവിടെയൊക്കെ കടകളില്ലാണ്ടല്ല, പക്ഷെ നമ്മളെ അടുത്തേക്ക് വരുന്നത് ഈ ക്വാളിറ്റിയാണ്. എൻ്റെ ഇതിൽ ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിലും ക്വാളിറ്റി അന്വേഷിച്ച് ഇന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയ സാധനം അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇരുമ്പിൻ്റേതാണെന്നുണ്ടെങ്കിലും ടാറ്റയുടെ മാത്രം, ടാറ്റയുടെ ഇപ്പോൾ ക്വാളിറ്റിയിൽ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ടാറ്റയുടെ മാത്രം ചോദിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ക്വാളിറ്റിയാണ് കൂടേണ്ടത്. നമ്മൾ പൈസ കുറച്ചിട്ട് ലോക്കൽ സാധനം കൊടുക്കണമായിട്ട് നല്ലത് പൈസ കുറച്ച് കൂട്ടിയാലും നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ഗൾഫിൽ പോയ പല ആളുകളുണ്ട്. അവിടെ എന്ത് വർക്കിനും നമ്മൾക്ക് ഒരു മടിയില്ല, ഏത് വർക്ക് ചെയ്യാനും നമുക്കൊരു മടിയും വരുന്നില്ല. അപ്പോൾ ആ വർക്ക് നമ്മൾ ഇവിടെ ചെയ്താൽ, എനിക്ക് വിസ ഉണ്ടായിരുന്നു, ഞാൻ പോവാത്തൊരു കാരണം അവിടെ ചെയ്യുന്ന പണി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുത്തെ അത്ര കൂലി കിട്ടില്ലെങ്കിലും ഒരു 3/4% നമുക്ക് ഇവിടെ കിട്ടുന്നു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക്, അതായത് ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഈ ജനൽ കമ്പി തുളയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ഒരു 10 മണി വരെ ഞാൻ ഒറ്റയ്ക്ക്, ചിലപ്പോൾ ഏതെങ്കിലും 1-2 ആളെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പോവും. അന്ന് 10 പണിക്കാരുണ്ടാവും എനിക്ക്, ബാക്കിയുള്ളവരൊക്കെ പോകും. അപ്പോൾ നമ്മളൊരു 10 മണി വരെ 1-2 ആളെ ഒപ്പം കൂടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് 10 മണി വരെ എടുക്കും. പിന്നെ രാവിലെ ഒരു 4 മണിക്ക് നീച്ച് ഞാൻ വീണ്ടും വർക്ക് ആരംഭിക്കും. കാരണം എങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വേതനത്തിന് 2 ദിവസ വേതനം നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ, എനിക്ക് അന്ന് വിസ ഉണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചപ്പോൾ എന്തിന് ഗൾഫിൽ പോകണം, ഇവിടെ തന്നെ നമുക്ക് നിൽക്കാലോ എന്നുള്ള ലെവലിലാണ് അന്ന് തുടങ്ങി വെച്ചത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഏകദേശം 29 കൊല്ലമായതിന് ശേഷം നല്ലൊരു ബെനിഫിറ്റ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ മടി കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് പോരാ അത് പോരാ എന്നുള്ള തോന്നൽ വരുന്നത്. ഇവിടെ അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 4 മണിക്ക് വീണ്ടും നീച്ചിട്ട് രാവിലെ പണിയെടുക്കും. 8 മണിയാകുമ്പോഴേക്ക് ഞാൻ ഈ ഒരു ദിവസത്തെ കൂലി ഞാൻ ഈ രാവിലെ 4 മണിക്ക് നീച്ച് 8 മണിയാകുമ്പോഴേക്ക് ഞാൻ അന്നത്തെ ഒരു കൂലി ഉണ്ടാക്കും. പിന്നെ തലേദിവസം രാത്രിക്കും ഞാൻ ഇവരൊക്കെ 5:30 വർക്ക് കഴിഞ്ഞ് പോയാൽ ഞാൻ വീണ്ടും ഒരു 10 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനും അപ്പം നമുക്ക് ഗൾഫിൽ നിൽക്കണ ആ ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെയാണ് ഇത്രയും കാലം. എൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ ഭാര്യ, 2 മക്കൾ, പിന്നെ അമ്മ, ഞങ്ങളാണ് ഇത്ര ആളാണ് വീട്ടിലുള്ളത്. അത് വൈഫ് ഹൗസ് വൈഫാണ്, ജോലിയൊന്നുമില്ല. മക്കളിപ്പോൾ 2 പേരും വർക്കിനായി. ഒരാൾ പിന്നെ ബാംഗ്ലൂർ ഒരു കമ്പനിയുടെ HR ആണ്. രണ്ടാമത് ചെറിയ മോൻ പിന്നെ ബാംഗ്ലൂർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് പിന്നെ റോബോട്ടിക്കിൻ്റെ ഇതായിട്ട് അവർ 4 പേര് കൂടിയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി നടക്കുക. അത് കുഴപ്പമില്ലാത്ത വരുമാനത്തിലുള്ള ഇതിലെത്തിയിട്ടുണ്ട്. വീട്ടിലിപ്പോൾ ഞങ്ങൾ 3 ആളാണ്, ഞാൻ, ഭാര്യ, അമ്മ, ഞങ്ങൾ 3 ആളാണ്. അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 60% പാലിയേറ്റീവ് പ്രവർത്തകനാണ്. ഞാൻ പിന്നെ പേങ്ങാട്ടി നമ്മളൊരു പാലിയേറ്റീവ് പ്രവർത്തകനാണ്. അതിന് ഹോം കെയറിന് പോകാറുണ്ട്, പല മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്, പല 2-3 ദിവസത്തിനുള്ള സംസ്ഥാന സമ്മേളനമൊക്കെ പാലിയേറ്റീവിൻ്റെ 2 ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്, അതിന് പോകാറുണ്ട്. പിന്നെ ഹോം കെയർ, വീടുകളിൽ ചെന്ന് രോഗി പരിചരണം, അതിന് പോകാറുണ്ട്. ഇവിടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഇവിടെ പിന്നെ ബ്ലോക്ക് പ്രസിഡൻറ്റ്, സെക്രട്ടറി ആ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്.
പിന്നെ അമ്പലത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. പൊതു കാര്യങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ ഞാൻ ഇറങ്ങാറുണ്ട്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പാലിയേറ്റീവ് രംഗത്താണ് എനിക്കിഷ്ടം. രോഗീ പരിചരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നലാണ് ആദ്യം വേണ്ടത്. കാരണം പല ആളുകളും അന്ന് കിട്ടുക, ഒരു കൂലി കിട്ടുക, അതുകൊണ്ട് അടിച്ചു പൊളിക്കുക, അങ്ങനെയല്ല. നമ്മൾക്ക് ഇത് ഒരു ദിവസം, അപ്പോൾ പല ആളുകളും സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിൽ പോണത്. ആ സമ്പാദ്യം നമുക്ക് ഇവിടെ എന്തുകൊണ്ടുണ്ടായിക്കൂടാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായിട്ട് നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ന് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഗൾഫിൽ പോയാൽ എന്താണ് ചെയ്യണം, നമ്മൾ 4 മണിക്ക് അറബി ചെല്ലാൻ പറഞ്ഞാൽ 4 മണിക്ക് നമ്മൾ നീച്ചു പോകണം. 7 മണിക്ക് പണി നിർത്തുമെങ്കിൽ 7 മണി വരെ പണി എടുക്കണം. ആ പണി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടണ എന്തായാലും ഒരു 3/4% നമുക്ക് നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കിട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മടി പാടില്ലാതെ, ഇനി ബിസിനസ്സായാലും ശരി, അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഒരു സംഭവം കുറച്ച് കച്ചവടം കുറഞ്ഞു വെച്ചിട്ട് ആ കച്ചവടം അവിടെ എടുത്താൽ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് തുടങ്ങണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇരുമ്പിൻ്റെ കട്ട്ള തുടങ്ങിയപ്പോൾ അധികം പോകുന്നത് ഈ പിൻഭാഗത്തേക്കുള്ളൊരു കട്ടയും മുൻഭാഗത്തേക്കുള്ളൊരു കട്ടളയും മാത്രം ഇരുമ്പിൻ്റെ പോകും. ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സിമൻ്റാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സിമൻറ്റിൻ്റെ തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പം എന്തായി, ഒരു വീടിന് ആവശ്യമുള്ള ഫുള്ളും നമ്മളുടെ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഈ ബിസിനസ്സും കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യം, നമ്മൾ മടി കൂടാതെ രാവോ പകലോ എന്നല്ലാതെ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അതാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ പന്നിയെക്കുറിച്ച് ഇവിടെ അടുത്താണ്, ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം കൂടി തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ബിസിനസ് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഇത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടും അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ലൈസൻസ് എടുക്കാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഇതിനൊരു പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പേര് നമുക്ക് ഇടണമെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പോൾ അവർ അപ്പം തന്നെ റെഡിയാക്കി തരാം, പേപ്പറൊക്കെ റെഡിയാക്കി തരാം, നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ പേരും വീട്ടുപേരും ചേർത്തിട്ട്, അച്ഛൻ്റെ പേര് ശങ്കരനാരായണൻ എന്നാണ്, വീട്ടുപേര് കോർണാത്തോടി എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് KSN, അത് കോർണാത്തോടി ശങ്കരനാരായണൻ എന്നുള്ള പേര്, അങ്ങനെ ആ ലൈസൻസിന് കൊടുത്ത പേര് ഞാൻ അങ്ങനെ ഇട്ടതാണ്. ഇത് ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യണത് ചെർപ്പളശ്ശേരിയിൽ നിന്ന് 5 കിലോമീറ്ററാണ്. നമ്മുടെ ഈ KSN ഇൻഡസ്ട്രീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെർപ്പളശ്ശേരിയിൽ നിന്ന് 5 കിലോമീറ്ററാണ്. അതായത് മാവണ്ടിക്കടവ് റോഡിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് ആണ് ഇത് നിൽക്കുന്നത്. താങ്ക് യു. ചിതൽ പിടിക്കുന്ന കട്ടിളകൾ ഇപ്പോഴും പ്രശ്നമാണോ? KSN ഇൻഡസ്ട്രീസ് ഉള്ളപ്പോൾ ഇനി ആ പേടിയേ വേണ്ട. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ടാറ്റ GI സ്റ്റീൽസിൽ നിർമ്മിക്കുന്ന ചിതലരിക്കാത്തതും തുരുമ്പെടുക്കാത്തതും കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് മാറ്റം സംഭവിക്കാത്തതുമായ കട്ടിള, മഞ്ചാരി കട്ടിള, ജനൽ വിത്ത് ഡോർ, വെന്റിലേഷനുകൾ എന്നിവ മരത്തേക്കാൾ കരുത്തിലും ഭംഗിയിലും ഇനി നിങ്ങളുടെ വീടുകളിൽ. പുഴമണലിൽ നിർമ്മിക്കുന്ന സിമന്റ് കട്ടിള, ജനൽ, റിംഗ്, പോസ്റ്റ് എന്നിവയും മിതമായ നിരക്കിൽ ചെയ്തു നൽകുന്നു. സ്റ്റീൽ ആൻഡ് സിമന്റ് പ്രോഡക്ട്സ് മിക്സ്ഡ് ആയി എടുക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. കൂടാതെ ഗേറ്റ്സ്, ഗ്രിൽ, റൂഫിംഗ്, സ്റ്റീൽ വർക്കുകൾ, വുഡ് ഡോർ, ലോക്ക്, മറ്റ് വെൽഡിംഗ് വർക്കുകൾ തുടങ്ങിയ ഒരു വീടിന്റെ തറ കെട്ടിക്കഴിഞ്ഞുള്ള എല്ലാ വർക്കുകളും ഉത്തരവാദിത്വത്തോടെയും വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലും ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം KSN ഇൻഡസ്ട്രീസ്, ഇരുമ്പാലശ്ശേരി, നിയർ ചെർപ്പളശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്ട്.